പിണറായി വിജയൻ 2 പ്രാവശ്യം ഇവിടെ ഭരിച്ചു. ആദ്യത്തെ ഭരണത്തെക്കുറിച്ച് വലിയ അഭിപ്രായമുണ്ടായി, വലിയ മതിപ്പുണ്ടായി. കേരളത്തിന്റെ പിതാവെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ രക്ഷകനെന്നോ ഒക്കെ ഇതിൽ വലിയ മതിപ്പുണ്ടായി. കിറ്റ് കൊടുത്തു. പിന്നെ എല്ലാ ദിവസവും പ്രളയം വന്നപ്പോൾ, ഉരുൾപൊട്ടൽ വന്നപ്പോൾ, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ അന്നില്ലായിരുന്നു, നിപ്പ വന്നു, കോവിഡ് വന്നു, എല്ലാ ദിവസവും ചാനലിൽ വരുന്നു. ഒരു പിതാവിനെ പോലെ, രക്ഷകനെ പോലെ ചാനൽ കാണാത്തവർ വരെ ഇരുന്ന് വീഡിയോ കാണുന്നു, വാട്സപ്പിൽ വരുന്നു. ഇപ്രാവശ്യമാണെങ്കിൽ എല്ലാവരും വീടുകളിലേക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചു, ഞാൻ മിടുക്കനാണെന്ന്. അന്ന് ആരും പറയാതെ തന്നെ അദ്ദേഹം മിടുക്കനാണെന്ന് 1ാം ഭരണത്തിൽ ഗവർണർ അത് സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ 1ാം ഭരണത്തിൽ വലുതായിട്ട് ഭരിക്കേണ്ടി വന്നില്ല. കുറച്ചു കാലം പ്രളയം, കുറച്ചു കാലം കോവിഡ്, കുറച്ചു കാലം നിപ്പ, പിന്നെ ആദ്യത്തെ 2016 വന്നപ്പോൾ തുടക്കത്തിൽ വരൾച്ച, അങ്ങനെ പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ വലുതായിട്ട് ഭരിക്കേണ്ടി വന്നില്ല. എന്നാൽ 2ാം ഭരണം വന്നപ്പോൾ ഏകഛത്രാധിപതിയെപ്പോലെ അദ്ദേഹം മാറിയെന്ന് മാത്രമല്ല, അദ്ദേഹം കുറെ ഉപദേഷ്ടാക്കളെ വെച്ചു. ഒന്ന് ശാസ്ത്ര ഉപദേഷ്ടാവ്, ഒരു ശാസ്ത്ര ഉപദേഷ്ടാവിനെ വെച്ചു. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു മനുഷ്യനെയാണ് വെച്ചത്. അദ്ദേഹം വന്നത് ചില ജാതിമത സംഘടനകളുടെയും പിന്നെ കോൺഗ്രസ്സുകാരനായ ഒരു നേതാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, വളരെ വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ് നേതാവിൻ്റെ കീഴിലാണ് നേരത്തെ ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന, ഞാനിനി അങ്ങനെ പറഞ്ഞ് തൊട്ട് കാണിക്കേണ്ടി വരരുത്, കേന്ദ്രമന്ത്രിയായിരുന്ന, ഇപ്പോൾ വളരെ സീനിയറായിട്ട് വിശ്രമജീവിതം നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി കോൺഗ്രസിലുണ്ടായിരുന്നു. ആ കേന്ദ്രമന്ത്രിയുടെ ഒരു ഇളവ് കൊണ്ട് കൂടി പല കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അങ്ങനെ അവസാനം ശാസ്ത്ര ഉപദേഷ്ടാവായിട്ട് ഈ സർക്കാരിൻ്റെ കൂടെ വന്നു. മുച്ചൂടും ശാസ്ത്രത്തെ മുടിച്ചു, എല്ലാ സ്ഥാപനങ്ങളെയും മുടിച്ചു. അദ്ദേഹത്തിന് ചുമതലയുണ്ടായിരുന്ന എല്ലാ സ്ഥാപനങ്ങളെയും മുടിച്ചതാണ് ആ ശാസ്ത്ര ഉപദേഷ്ടാവ്. എന്തിനാണ് അങ്ങനെ കുറെ പണം ചെലവഴിച്ചത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനും വേണ്ടി എന്നുള്ളത് ശാസ്ത്ര ഉപദേഷ്ടാവിന്റെ കഥ. ഇനി രമൺ ശ്രീവാസ്തവയെ പോലുള്ള പിന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഉപദേഷ്ടാവിനെ വെച്ചു. എന്തിന്? പിന്നെ വേറൊരു ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു, കണ്ണൂരിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ, വിദ്യാഭ്യാസത്തിന്റെ ഉപദേഷ്ടാവ്. PM ശ്രീയൊക്കെ അയാളെ കൈകാര്യം ചെയ്തത്, മുഖ്യമന്ത്രി ഓഫീസിൽ കയറി ഇരുന്നിട്ട്. എന്തിന്? മുഖ്യമന്ത്രിയെ ഇത്രയും PM ശ്രീയിൽ തെറ്റായി ധരിപ്പിച്ച്, ഞാൻ ആരെയും പേര് പറയുന്നില്ല കേട്ടോ, എല്ലാം വയറ്റിപ്പഴപ്പിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി വന്നിരിക്കുന്നവരെ പേരെന്തിനാണ് നമ്മൾ പറഞ്ഞ് ചിത്തയാക്കുന്നത്? ഇപ്പം ഞാനും പല ഗവൺമെന്റുകളെയും ഉപദേശിക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നാളെ ചിലപ്പോൾ ആരെങ്കിലും വിളിച്ച് സുഭാഷ് ഏതെങ്കിലും നല്ലൊരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറയും. അപ്പം നമ്മൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി പറയുന്നതല്ല, ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ചിലപ്പോൾ നാളെയും ജീവിച്ചിരിക്കുമ്പോൾ പലരും വിളിച്ച് അഭിപ്രായം ചോദിക്കാറുണ്ട്, അത് പറയും. സാങ്കേതികമായി പഠിച്ചവർ അത് പറയുകയും വേണം. പക്ഷേ ഈ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന് പറഞ്ഞ കണ്ണൂരിൽ നിന്ന് വന്ന ചെറുപ്പക്കാരൻ യാതൊരു ക്വാളിറ്റി, ഡോക്ടറേറ്റ് ഉണ്ട്, അതൊക്കെ ശരിയാണ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ് ഇരുന്ന് PM ശ്രീയിൽ ശിവൻകുട്ടിയെയും ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും SSKയെയും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് വലിയ കുഴപ്പമുണ്ടാക്കിയ വിദ്യാഭ്യാസ ഉപദേഷ്ടാവ്. ഇനി മാധ്യമ ഉപദേഷ്ടാവ്, അതാണ് വേറെ തമാശ. മാധ്യമ ഉപദേഷ്ടാക്കൾ കുറെ എണ്ണം ചേട്ടന്മാർക്കായിരുന്നു. പ്രഭാവർമ്മ, അബൂബക്കർ, എല്ലാം വേസ്റ്റായിരുന്നു, മുഴുവൻ വേസ്റ്റായിരുന്നു. അതിനിടയിൽ ഒരു 10-100 പേരുടെ ഒരു വലിയ ക്യാബിനറ്റ് പോലെയുള്ള ഒരു ക്യാബിനറ്റിന്റെ സ്വഭാവത്തിലുള്ള ഒരു 100ഓളം പേരോടുന്ന ചെറുപ്പക്കാരെ വെച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ സെല്ല് 5ാം നിലയിൽ, സെക്രട്ടേറിയറ്റ് പോയിട്ടുള്ളവർക്കറിയാം, മുഖ്യമന്ത്രി ഇരിക്കുന്ന നിലയുടെ മുകളിൽ ഒറ്റ നിലയിൽ ഒരു ഏരിയ മൊത്തം മീഡിയ സെല്ലാണ്. അങ്ങനെയൊന്നുമില്ല. VD സതീശൻ വന്നാൽ ആദ്യം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വന്നാൽ ആദ്യം എടുത്തു കളയേണ്ടത് ഈ ടീമുകളെയാണ്. നിങ്ങൾക്ക് ഇവരൊന്നും ഒന്നും ചെയ്യാനില്ല. ഈ ടീമുകൾ അവിടെ നിറക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ ഉപജാപക സംഘത്തിലേക്ക് പോകരുത്. എനിക്ക് രമേശ് ചെന്നിത്തലയോടും VD സതീശനോടും രണ്ടുപേരും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എനിക്കുള്ള വലിയ അഭ്യർത്ഥനയാണ്, ഒരു കാരണവശാലും നിങ്ങൾ ഈ ഉപജാപക സംഘത്തെ നിങ്ങൾ വയ്ക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ PR വർക്ക് കിട്ടണം. നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി കാര്യം ചെയ്താൽ മതി. ഇവിടെ VS അച്യുതാനന്ദനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും പിന്നെ VK നായനാരും EMS മുതൽ അച്യുത മേനോനും ഒക്കെ എത്ര PR നടത്തിയിട്ടാണെന്ന് ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ജീവിക്കുന്നത്. ഇപ്പോഴും EMSന്റെ പേര് പറഞ്ഞാൽ നമുക്കൊരു ആത്മാഭിമാനം തോന്നും. ആദ്യത്തെ മുഖ്യമന്ത്രി അച്യുത മേനോൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും ഒരുപാട് ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങൾ തുടങ്ങിയ ആള്. VS എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ആഗ്രഹം, അല്ലെ വേറൊരു സ്നേഹം. നയനാരെന്ന് പറയും, ഇത് തോന്നും. ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ വളരെ ജനകീയനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി. കരുണാകരൻ എന്ന് പറയുമ്പോൾ വളരെ കർക്കശമായി കാര്യങ്ങൾ പുതുതായി ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി. AK ആന്റണി എന്ന് പറയുമ്പോൾ ഏറ്റവും വിനയമുള്ള വളരെ സാത്വികനായ മുഖ്യമന്ത്രി. ഇങ്ങനെ നമുക്ക് ഓരോരുത്തരെ കുറിച്ച് ഓരോന്ന് പറയാനുണ്ടാവും. അവരാരും ഇങ്ങനെ 100 കണക്കിന് ഉപദേശക വൃന്ദത്തെ ചുറ്റും വെച്ചിട്ടല്ല. അപ്പോൾ രമൺ ശ്രീവാസ്തവയെ വെച്ചു. ആഭ്യന്തര വകുപ്പ് മുച്ചൂട് മുടിച്ചു. ഭയങ്കര കുഴപ്പമായിരുന്നു ആഭ്യന്തര വകുപ്പ്. ഈ ഗവൺമെന്റിനെ തോൽപ്പിച്ച ഏറ്റവും വലിയ വകുപ്പ് ആഭ്യന്തര വകുപ്പാണ്. അതാണ് തോൽപ്പിച്ചത്. മുഖ്യമന്ത്രി ഓഫീസാണ് തോൽപ്പിക്കാൻ പോണത് പിണറായിയെ. അപ്പോൾ ആഭ്യന്തര വകുപ്പിൽ വെച്ച ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവ
ചുക്കിനും ചുണ്ണാമ്പിനുള്ള ഉപദേശം സർക്കാരിന് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ മോശം ഉപദേശമാണ്. MC ദത്തൻ, ഞാൻ പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക ഉപദേശം, ഞാൻ പേര് പറഞ്ഞു വരേണ്ടി വരുന്നു. അദ്ദേഹം ഇന്റർനാഷണൽ ആയിട്ടുള്ള എന്താ നമ്മൾ പറയാനില്ല, ചില ആളുകളെ കുറിച്ച് പറയാനില്ല, ഇന്റർനാഷണൽ അങ്ങനെ പറയുന്നില്ല, ഇന്റർനാഷണൽ ആയിട്ടുള്ള പിന്നെ ആളുകളെ കുറിച്ച് ഇന്റർനാഷണൽ ആണെന്ന് പറയും, പക്ഷെ 5 പൈസയ്ക്ക് ഉപയോഗമില്ല. ISROയിലിരിക്കുന്ന VSSCയിലിരിക്കുന്ന ഒരാൾ വന്നിട്ട് കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്ത് സംഭാവന ചെയ്യാൻ, അദ്ദേഹത്തിന് ഒന്നും സംഭാവന ചെയ്യാനില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ഗവേഷണ സ്ഥാപനങ്ങളെ പരസ്പരം ഗ്രൂപ്പ് തിരിച്ചു, അവിടുത്തെ അടിയുണ്ടാക്കി, കുത്തുണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി, പിണറായി സ്തുതിയും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ്. പിന്നെ ഞാൻ പറഞ്ഞു രതീഷ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഉപദേഷ്ടാവ്, പിന്നെ മനോജ് എന്ന് പറയുന്ന പ്രസ് സെക്രട്ടറി, പിന്നെ പ്രഭാ വർമ്മ, അബൂബക്കർ, പിന്നെ ഞാൻ ഈ പറഞ്ഞ വലിയ സെല്ലുകൾ, അങ്ങനെ പിന്നെ ഓരോ മേഖലയിലും ഗതാഗതത്തിന് ഒരാളെ വെച്ചു, ഗതാഗത ഉപദേഷ്ടാവ്. എന്തുപദേശിക്കാനാണ്? അങ്ങനെ വലിയ സംഘത്തെ 4 സംഘത്തെയും ചുറ്റും വെച്ച് വഴിയെ പോണവരെല്ലാം പിടിച്ച് ഉപദേഷ്ടാവാക്കി. ഇതിൻ്റെ ഇടയ്ക്ക് കിഫ്ബിയുടെ നേതാവ് എന്ന് പറഞ്ഞ ഒരു എബ്രഹാം ഉണ്ട്, ഡോക്ടർ കെ എം എബ്രഹാം. അദ്ദേഹത്തിന് സർക്കാരിന്റെ ഉപദേഷ്ടാവാണ്. എന്താണ് ഉദ്ദേശിച്ചത്? 1 ലക്ഷം കോടിയിൽ നിന്ന് 4 ലക്ഷം കോടിയിലേക്ക് കടം വർദ്ധിപ്പിച്ചതാണ്. എന്ത് സാമ്പത്തിക മാനേജ്മെന്റ്? ഇതിനെ എല്ലാം അടിച്ചിറക്കുമോ? ഇതാണ് ആദ്യമായി ഇറക്കി വിടുമോ സെക്രട്ടേറിയറ്റിൽ നിന്ന്? ഇതാണ് ആദ്യമായി പിണറായി VD സതീശനും രമേശ് ചെന്നിത്തലയും വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ശുദ്ധീകരിക്കണം. രണ്ടാമതൊരു കാര്യം കൂടി അവർ ശ്രദ്ധിക്കണം. ഉരുൾപൊട്ടൽ വന്നാലും സർക്കാരിന് അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കും, പ്രളയം വന്നാലും അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കും, ഡാം കൈകാര്യം ചെയ്തുള്ള കുഴപ്പം കൊണ്ടല്ല എന്നും റിപ്പോർട്ട് കൊടുക്കും. ഉരുൾപൊട്ടൽ അവിടെ ചൂരൽമലയിൽ ഉരുൾ പൊട്ടിയപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെ മഴയുടെ കണക്ക് കൊടുത്തിട്ട് പറഞ്ഞു ചൂരൽമലയിൽ മഴ വന്നതാണ് കുഴപ്പം, വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ ചില ആസ്ഥാന കവികളുണ്ട്. അവർ കോൺഗ്രസ് വരുമ്പോഴും അവർ കാണും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുമ്പോഴും കാണും. വളരെ ശ്രദ്ധിച്ചോണം ഈ ആസ്ഥാന കവികളെ. അവർ സതീശൻ്റെയും രമേശ് ചെന്നിത്തല ഗുഡ് ബുക്കിലുള്ളവരാണ്, ഞാൻ ആരെയും പേര് പറയുന്നില്ല, അവർ സിസ്റ്റത്തിന് പുറത്തുള്ളവരാണ്, അവരിപ്പോൾ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നവരല്ല. അങ്ങനെ ചില ആസ്ഥാന കവികളുമുണ്ട്. എവരുടെ കുഴലൂത്തും പരിപാടിയൊന്നും നടത്താതിരുന്നാൽ തീർച്ചയായിട്ടും കൃത്യമായൊരു ഭരണമായിരിക്കും നടത്തിക്കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയുന്നത്. 1. 2, പിണറായി വിജയൻ പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. പെടുന്നെങ്കിൽ അതിൻ്റെ മൂല കാരണം ഈ ആസ്ഥാന കവികളും ഈ ഉപദേഷ്ടാക്കളും ഈ ഉപജാപ സംഘവും ഈ PR വർക്കുകാരും ഈ മാർക്കറ്റിംഗ് ടീമുമാണ്. എല്ലാ വികസനവും ഔദാര്യമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഞാൻ അത് തന്നില്ലേ, പെൻഷൻ തന്നില്ലേ, DA തന്നില്ലേ, സകലതും ഇതാ തമ്പുരാൻ തരുന്നില്ലേ, എല്ലാം ഒരു ഔദാര്യമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ ഭിക്ഷക്കാരായി നിർത്തിക്കൊണ്ട് തമ്പുരാൻ മോളിൽ നിന്ന് പണം വലിച്ചെറിയുന്ന പോലെ, സ്വർണം വലിച്ചെറിയുന്ന പോലെ, ഭക്ഷണപ്പൊതി വലിച്ചെറിയുന്നത് പോലെ രാജകൊട്ടാരത്തിൽ നിന്ന് വലിച്ചെറിയുന്ന ഭിക്ഷ വാങ്ങാനുള്ള ഭിക്ഷാന്തേഹികളായി മനുഷ്യരെ കാണുകയും അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ കയറി കുറേ ചേട്ടന്മാർ കയറി നിന്ന് ഉപദേഷ്ടാക്കളായിരിക്കുകയും ചെയ്ത സകല ഉപദേഷ്ടാക്കളും കൂടിയാണ് ഉപദേശിച്ച് അണ്ണൻ ഇരട്ടച്ചങ്കനാണ്, അണ്ണൻ കാരണഭൂതനാണ്, ചേട്ടൻ, പലർക്കും വിജയൻ ചേട്ടനാണ്, ഒരുപാട് പേർക്ക്. ഇവരാർക്ക് സാറെന്ന് വിളിക്കുന്ന കേട്ടില്ല, വിജയൻ ചേട്ടൻ എന്താണ്? കാരണഭൂതനാണ്, ഇരട്ടച്ചങ്കനാണ്, പിന്നെ കപ്പിത്താനാണ്, ക്യാപ്റ്റനാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ലെജൻഡാണ്. വിജയൻ ചേട്ടൻ അങ്ങനെ ചുറ്റും നിന്ന് തീയിട്ടാണ് വിജയൻ ചേട്ടൻ്റെ ഈ കുറ്റിക്കാൽ ഇളക്കിയതെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും.